കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നത് യുദ്ധത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമായിരുന്നു. ഇസ്രയേലും ഗാസയും, റഷ്യയും യുക്രൈനും, ഇന്ത്യയും പാകിസ്ഥാനും, ഇറാനും ഇസ്രയേലും, ഇറാനും അമേരിക്കയും, അങ്ങനെ യുദ്ധമാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന പ്രധാന വാർത്ത എന്നായിട്ടുണ്ട് കാര്യങ്ങൾ. എന്നാൽ ഇതിനിടയിൽ അടുത്തൊരു യുദ്ധത്തിനുള്ള കോപ്പ് കൂടി കൂട്ടിത്തുടങ്ങി എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇറാനും റഷ്യയും കൂടി ഏത് നിമിഷവും ബ്രിട്ടന് മേൽ ഒരു വലിയ യുദ്ധം നടത്തിയേക്കും എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇത് പുറത്തു വരാനുള്ള പ്രധാന കാരണം ഒരു യുദ്ധത്തിന് തയ്യാറാകാൻ ജനങ്ങളോട് ബ്രിട്ടീഷ് സർക്കാർ ആഹ്വാനം ചെയ്തതാണ്. അതിന്റെ ഭാഗമായി 2 വർഷത്തിൽ ഇതാദ്യമായി അവരുടെ എമർജൻസി അലാറം സിസ്റ്റം പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടൻ. എമർജൻസി അലർട്ട് സിസ്റ്റത്തിന്റെ പുതിയ പരീക്ഷണത്തിന്റെ ഭാഗമായി ഈ വർഷം അവസാനത്തോടുകൂടി ബ്രിട്ടനിലെ എല്ലാ മൊബൈൽ ഫോണുകളിലേക്കും അലാറം മുഴങ്ങും. ജീവഭയം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി 2023 ഈ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. ബ്രിട്ടന്റെ മണ്ണിൽ ആക്രമണ ഭീഷണി ഉണ്ടെന്ന സുരക്ഷാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇപ്പോൾ ഉള്ള ഈ പരീക്ഷണം. മധ്യപൂർവേഷ്യയിലെ സംഘർഷം കനക്കുകയും 2 ആണവ ശക്തികൾ തമ്മിലുള്ള യുദ്ധം ആസന്നമായേക്കാമെന്ന ആശങ്ക വളരുകയും ചെയ്തിരിക്കുന്ന സന്ദർഭത്തിലാണ് പുതിയ പരീക്ഷണം. ഇത് ആദ്യമായി പരീക്ഷിച്ചപ്പോൾ ഗുരുതരമായ മുന്നറിയിപ്പ്, ഇത് UK സർക്കാരിന്റെ എമർജൻസി അലർട്ട് സിസ്റ്റത്തിന്റെ പരീക്ഷണമാണ് എന്നായിരുന്നു മൊബൈലുകളിൽ സന്ദേശം എത്തിയിരുന്നത്. കൂടാതെ യഥാർത്ഥ അടിയന്തര ഘട്ടങ്ങളിൽ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സിസ്റ്റം നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. മഹാപ്രളയം, കാട്ടുതീ, മറ്റ് കടുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങൾ എന്നിവയിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായിട്ടാണ് പ്രധാനമായും ഈ സിസ്റ്റം വികസിപ്പിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങൾ ഉള്ള പ്രദേശത്ത് താമസിക്കുന്നവരുടെ മൊബൈലുകളിലേക്ക് സന്ദേശം അയച്ചതിനു ശേഷം സൈറൻ മുഴങ്ങുന്നതിനോട് സമാനമായ ശബ്ദത്തിൽ അലാറം അടിക്കും. കൂടെ വൈബ്രേഷനും ഉണ്ടാകും. നിങ്ങളുടെ ഫോൺ സൈലന്റ് മോഡിലാണെങ്കിൽ പോലും ഇത് കേൾക്കാൻ കഴിയും. യുദ്ധഭീഷണി ഗുരുതരമായതോടുകൂടിയാണ് ഈ സിസ്റ്റം ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ ബ്രിട്ടൻ സർക്കാർ ഒരുങ്ങുന്നത്. പരീക്ഷണത്തിന്റെ തീയതി ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അപ്രതീക്ഷിതമായി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു മുന്നറിയിപ്പിൽ ജനങ്ങളെല്ലാം പരിഭ്രാന്തരായിട്ടുണ്ടെങ്കിലും ഈ നീക്കം അനിവാര്യമാണ് എന്നാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു വശത്ത് ഇറാനും മറുവശത്ത് റഷ്യയുമാണ് ബ്രിട്ടനുമായുള്ള ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധം നടക്കുകയാണെങ്കിൽ 2 പ്രധാന ആണവ ശക്തികൾ തമ്മിലുള്ള യുദ്ധമായി ഇത് മാറും. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന കാര്യം തീർച്ചയാണ്. അതേസമയം ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ആയുധങ്ങൾ കൊണ്ടും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അഭാവത്താലും ഏറെ തകർന്നിരിക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും മറ്റൊരു യുദ്ധം ചെയ്യാനുള്ള കെൽപ്പ് ഇല്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ റഷ്യയുമായുള്ള അടുപ്പത്തിന്റെ പുറത്ത് റഷ്യ ഇറാനെ കൈവിട്ട് സഹായിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് തൽക്കാല പരിഹാരമാവുകയും ചെയ്യും.